തിയോഫിൻ, തൃശ്ശൂരിലാണ് ഇന്നുണ്ടായ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായ ഒരു ജില്ല. തൃശ്ശൂരിൽ ഇടിമിന്നലേറ്റ് 2 മരണവും ഉണ്ടായിട്ടുണ്ട്. വലപ്പാട് കോതകുളം സ്വദേശി നിമിഷ, വേലൂർ സ്വദേശി ഗണേശൻ എന്നിവരാണ് മരിച്ചത്. അതേസമയം തൃശ്ശൂരിൽ റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു, 4 തീവണ്ടികൾ പിടിച്ചെടുക്കുകയും ചെയ്തു. വിവരങ്ങൾ നൽകുകയാണ് തിയോഫിൻ. വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ ഇന്നത്തെ കനത്ത മഴയിൽ ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിൽ ഇടിമിന്നലും ജില്ലയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ വരുന്നത്. എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്? ഒപ്പം തന്നെ അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ചും. സിജു, അത്യധികം ദാരുണമായ 2 സംഭവങ്ങൾ ഇന്നിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. 2 മരണങ്ങളാണ് ഇടിമിന്നലേറ്റുണ്ടായത്. വളരെ വ്യാപകമായി തന്നെ തൃശ്ശൂർ ജില്ലയിലാകെ തന്നെ വ്യാപകമായി ഇടിമിന്നൽ പുലർച്ചെ മുതൽ ഉണ്ടായിരുന്നു. രാവിലെയാണ് ഇടിമിന്നലിൽ 2 മരണമുണ്ടാകുന്നത്. വേലൂർ സ്വദേശി ഗണേശനും വലപ്പാട് കോതകുളം സ്വദേശി നിമിഷയുമാണ് മരിച്ചത്. നിമിഷ വീടിന് പുറത്ത് ബാത്റൂമിൽ കുളിക്കുന്നതിനിടെയാണ് പുറത്തുള്ള ബാത്റൂമിൽ വെച്ച ഇടിമിന്നലേൽക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ കോൺക്രീറ്റ് എല്ലാം തകർന്നുപോയി. അത്ര ശക്തമായ ഒരു ഇടിമിന്നലാണ് ഏറ്റത്. ഇത് ആ ഇടിമിന്നലേറ്റ ശേഷം നിമിഷയ്ക്ക് ഇടിമിന്നലേറ്റോ എന്നും മരിച്ചെന്നും ആരും അറിഞ്ഞിരുന്നില്ല. ഏറെ സമയത്തിന് ശേഷം നിമിഷയുടെ ഭർത്താവ് വിളിക്കുകയായിരുന്നു. ഇവരെ ഫോൺ വിളിച്ച് കിട്ടാത്തതിനാൽ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് ബാത്റൂമിൽ അനക്കമില്ലാത്തൊരവസ്ഥ. അങ്ങനെ തുറന്ന് നോക്കുമ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഗണേശന് ഇടിമിന്നലേൽക്കുന്നത് ഗണേശൻ്റെ വീട്ടിൽ വെച്ച് ഇടിമിന്നലേറ്റെങ്കിലും ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഈ ട്രാക്കിൽ, റെയിൽവേ ട്രാക്കിൽ മണ്ണ് വീണതിനെ തുടർന്നുണ്ടായ സംഭവം പുതുക്കാടിനും ഒല്ലൂരിനും ഇടയിലാണ്. ഇവിടെ ട്രാക്കിൽ മണ്ണ് വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. 4 തീവണ്ടികൾ പുതുക്കാട് സ്റ്റേഷനിൽ പിടിച്ചിട്ടു. വേനാട് എക്സ്പ്രസ്, പാലരുവി എക്സ്പ്രസ്, എറണാകുളം ബംഗളൂരു ഇന്റർസിറ്റി ഉൾപ്പെടെയുള്ള 4 തീവണ്ടികളാണ് പിടിച്ചിട്ടത്. ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടാകുന്നത്. ഇതുകൂടാതെ തന്നെ മഴയിൽ വലിയ നാശനഷ്ടവും വെള്ളം കയറുന്ന സംഭവങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്നത്. സിജു, ഇപ്പോൾ തൃശ്ശൂരിൽ മഴയില്ല. 3 മണിക്കൂറോളമായി മഴ പൂർണ്ണമായി തന്നെ മാറി നിൽക്കുന്ന സ്ഥിതിയാണ്. ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വെള്ളം കയറിയ സ്ഥലങ്ങളിലെല്ലാം, നഗരത്തിൽ വെള്ളം കയറിയ സ്ഥലങ്ങളിലെല്ലാം വെള്ളം ഇറങ്ങിക്കഴിഞ്ഞു. നഗരത്തിൽ വെള്ളം കയറാനിടയുണ്ടായ ഇതെല്ലാം കാരണം ഈ മഴ പെയ്തിറങ്ങിയ വെള്ളത്തിനനുസൃതമായി വെള്ളം ഒഴുകിപ്പോകാത്തതായിരുന്നു. പക്ഷേ താഴ്ന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കോൾപ്പാട മേഖലയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല നദികളുടെയും ഇവിടേക്ക് ഒഴുകിയെത്തുന്ന നദികളുണ്ട്. മണലിപ്പുഴ, കരുവന്നൂർ പുഴ, ചാലക്കുടി പുഴയുടെ കൈവഴികൾ എല്ലാം ഉൾപ്പെടെയുള്ള പ്രദേശം, ഇവിടെയെല്ലാം വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ പെയ്തിരുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലേക്ക്, താഴ്ന്ന പ്രദേശങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. കുളിക്കാൻ ഇറങ്ങരുത്. ഇത്തരം ഒഴുക്കുള്ള സ്ഥലങ്ങളിലൊന്നും കുളിക്കാൻ ഇറങ്ങാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മത്സ്യത്തൊഴിലാളികൾ കരുതൽ പാലിക്കണം എന്നെല്ലാമുള്ള മുന്നറിയിപ്പുകളുണ്ട്. വിനോദ മേഖലകൾ, അതായത് വിനോദസഞ്ചാരത്തിനായി മലയോര മേഖലകളിലേക്ക് പോകരുത് എന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെല്ലാം ആവശ്യമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങി ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ, വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ, വീടുകളിൽ വെള്ളം കയറിയാൽ അടിയന്തരമായി തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ആവശ്യമെങ്കിൽ എവിടെ വേണമെങ്കിലും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ. ശരി, തിയോഫിനാണ് തൃശ്ശൂർ നഗരത്തിൽ നൽകിയത്. തൃശ്ശൂരിൽ രാവിലെ കനത്ത മഴയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് വരെ ആ മഴയ്ക്ക് ശമനമുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും ഇടിമിന്നലേറ്റ് തൃശ്ശൂരിൽ 2 മരണമുണ്ടായിരിക്കുന്നു. ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു വീണ്ട് 4 തീവണ്ടികൾ വഴിതിരിച്ചു വിട്ട സാഹചര്യമുണ്ട്. വിവരങ്ങളാണ് തിയോഫിൻ നൽകിയത്.